അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ വന്നത് സൗദിയിലെ പ്രവാസികളുടെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. എല്ലാവർക്കും ഷെയർ ചെയ്യുക. കുറച്ച് ദിവസമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് മെസ്സേജ് വരുന്നതാണ്. കിവാപ്പുട്ടർ വഴി 2026 ജൂൺ 30 മുമ്പായിട്ട് ഇക്കാമ എക്സ്പയർ ആളുകൾ 3 മാസം ഒരുപാട് എക്സ്പയർ ആളുകളൊക്കെ ഉണ്ട്. ഇവർക്ക് വർക്ക് പെർമിറ്റ് അഥവാ ഇക്കാമ പുതുക്കി കോൺട്രാക്റ്റും പുതുക്കി ക്ലിയർ ആക്കണമെന്നുള്ളതാണ് മെസ്സേജ് വന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളെ അത് സെയിം സ്പോൺസർക്ക് തന്നെ പുതുക്കാൻ പറ്റില്ലെങ്കിൽ മറ്റൊരു സ്പോൺസറെ അല്ലെങ്കിൽ മോസസയിലേക്കോ കമ്പനിയിലേക്കോ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് മാറി അവിടെ നിന്ന് ഇക്കാമ പുതുക്കി കോൺട്രാക്റ്റ് ഉണ്ടാക്കി അവിടെ തുടരുക. ഇനി മുതൽ ഇവിടെ ഇക്കാമ പുതുക്കാതെയും പിന്നെ ഇക്കാമ എക്സ്പയർ ആക്കി തുടരാൻ അനുവദനീയമല്ല, ചുരുക്കം. അപ്പോൾ 2026 പിന്നെ ജൂൺ 30 മുമ്പായിട്ട് എല്ലാവരും ഇക്കാമ എക്സ്പയർ ആളുകൾക്കൊക്കെ ഇക്കാമ പുതുക്കി കോൺട്രാക്റ്റും പുതുക്കി ക്ലിയർ ചെയ്ത് ഇവിടെ തുടരുക. അല്ലാത്ത പക്ഷം തുടരാൻ പാടില്ല. അല്ലെങ്കിൽ എക്സിറ്റ് പോവുക. എക്സിറ്റ് പോകാൻ പല മാർഗ്ഗങ്ങളുണ്ട്. പുതുക്കാൻ പറ്റാത്തവർക്ക് എംബസി മുഖേനയോ മറ്റു മാർഗ്ഗങ്ങളോ തിരിച്ചു വരുന്ന രീതിയിലൊക്കെ എക്സിറ്റ് അടിച്ച് പോകാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക. ഇനി മുതൽ ഇവിടെ ഇക്കാമ പുതുക്കാതെ തുടരാൻ പറ്റില്ല എന്ന് അർത്ഥം. 2026 ജൂൺ 30 വരെ ടൈം കൊടുത്തിട്ടുണ്ട്. ഇക്കാമ എക്സ്പയർ ആളുകൾക്ക് ഇക്കാമ പുതുക്കി കോൺട്രാക്റ്റ് മുതുക്കി തുടരുക. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പുതിയ സ്പോൺസറത്തേക്ക് മാറുമ്പോൾ കഫാല മാറാൻ കഴിഞ്ഞു വരും. പക്ഷേ മാറിന് ശേഷം ഇക്കാമ പുതുക്കുമ്പോൾ പിന്നെ ആ ലെവി എന്ന് പറയും. അപ്പോൾ മാറുന്ന ആൾക്ക് പുതിയ എടുക്കുന്ന സ്പോൺസറുമായി ബന്ധപ്പെട്ടിട്ട് മാറുന്നതിന് മുമ്പ് തന്നെ ഒരു കരാറാക്കുക. മാറ്റാൻ പറ്റുമോ, മാറിന് ശേഷം ഇക്കാമ പുതുക്കാൻ പറ്റുമോ, എത്ര പൈസ വരും, അത് അറിയുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അറിയാത്തവരെന്തെയും കഫാല മാറിന് ശേഷം ഇക്കാമക്ക് ആ പൈസ ഈ പൈസ പായ കുടിക്കുക എന്ന് പറയും. അപ്പം എടുക്കുന്നവർക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു കൊടുക്കാൻ കഴിയും. എടുക്കുന്ന ആൾക്ക്, അറിയാത്തവർക്ക് ഒന്നും പറയാൻ കഴിയില്ല. അപ്പോൾ കഫാല മാറുമ്പോൾ നല്ല ശ്രദ്ധിക്കുക. എവിടേക്ക് മാറുമ്പോൾ ആദ്യം തന്നെ ഒരു ഇത്തിഫാക്ക്, ഒരു കരാറുണ്ടാക്കുക. ഇത് ഇക്കാമ കൊടുത്തിട്ട് എത്ര മാസം എക്സ്പയർ ആയിട്ടുണ്ടോ, ഇത്ര, ആ എക്സ്പയർ ആയതിനു ശേഷം എത്ര വരും, പുതിയ ഇക്കാമ എത്ര ഉണ്ടാവും, പഴയത് കഴിച്ചിട്ട് എന്നൊക്കെ ഉറപ്പ് വരുത്തി, എത്ര കാശുകൾ ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം കഫാല മാറുക. അല്ലാതെ നിങ്ങൾ കഫാല എന്ന് പറഞ്ഞിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇക്കാമ കൊടുക്കുമ്പോൾ ആ പൈസ വന്നു ഈ പൈസ പഴയ കുടിശ്ശിക എന്നുള്ളൊരു വിഷയത്തിലേക്ക് വരണ്ട. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കുക. കഫാല മാറുന്നവരും പിന്നെ മാറാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക. അപ്പം ജൂൺ 30 മുമ്പ് 2026 എല്ലാവരും ഇക്കാമ പുതുക്കി എഗ്രിമെൻറ്റും പുതുക്കി വളരെ ക്ലിയറായി മുന്നോട്ട് പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എന്ത് സംശയം കൊടുക്കാം. അസ്സലാമു അലൈക്കും.